ഹായ് ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ 2-3 വീഡിയോസ് നമ്മൾ ഫിനാൻഷ്യൽ ലിവറേജ്, ഫിനാൻഷ്യൽ ബ്രേക്ക് ഈവൻ പോയിന്റ്, ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ മാനേജ്മെന്റിലുള്ള ചില ഡിസ്കഷനുകളാണ് നടത്തിയത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പോയിന്റ് ഓഫ് ഇൻഡിഫറൻസ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റിലെ ഒരു കോൺസെപ്റ്റാണ്. ആ ഒരു കോൺസെപ്റ്റ് പ്രസന്റ് ചെയ്യുന്നതിന്റെ മുന്നേ നമ്മൾ നേരത്തെ ഫിനാൻഷ്യൽ ലിവറേജിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യാനും ആ കോൺസെപ്റ്റ് ഒന്നും കൂടി നമ്മുടെ മനസ്സിൽ ഓർക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മളൊരു എക്സാമ്പിൾ ആദ്യം ഒന്ന് പറയാണ്. ഫിനാൻഷ്യൽ ലിവറേജ് ഡിസ്കസ് ചെയ്തതിനു ശേഷം നമ്മൾ ഫിനാൻഷ്യൽ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്താന്ന് പറഞ്ഞിട്ടുണ്ട്. ഒക്കെ ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സ് ആയതുകൊണ്ട് ആ പോയിന്റ്സ് എല്ലാം നിങ്ങൾ ഒന്നുകൂടി റിവൈസ് ചെയ്ത് കേൾക്കുന്നത് നന്നായിരിക്കും. അതിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഫേമിന്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ. ആ ക്യാപിറ്റൽ സ്ട്രക്ചർ എങ്ങനെയാണ് ഉള്ളത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് റിയൽ ഓണേഴ്സ് ആയിട്ടുള്ള ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ ഏർണിങ്സിലുള്ള മാറ്റം നമ്മൾ ഡിസ്കസ് ചെയ്ത്, അതായത് EPS വരുന്ന ചേഞ്ചസ് അക്കോർഡിംഗ് ടു ദി ക്യാപിറ്റൽ സ്ട്രക്ചർ ദ EPS ലെവൽ മേ വാരി എന്ന് നമ്മൾ കണ്ടു. അതായത് ഹൈ ലിവേർഡ് ഫേം ആണെങ്കിൽ അഥവാ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെപ്റ്റ് ക്യാപിറ്റൽ കൂടുതലുണ്ട് എങ്കിൽ അതിനനുസരിച്ച് ആ ഫേമിന്റെ EPS കുറച്ചുകൂടി ഹയർ ആയിരിക്കും എന്ന് നമ്മൾ കണ്ടു. അപ്പൊ നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ടോട്ടൽ ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ എത്രയാണ് എന്നുള്ളതാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ. സപ്പോസ് നമ്മൾ ഇവിടെ ഒരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യാണ്. ഒരു ഫേമിന്റെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഇക്വിറ്റി ക്യാപിറ്റൽ ആയിട്ട് സപ്പോസ് നമ്മളിവിടെ ഒരു എക്സാമ്പിൾ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. 10 രൂപ വിലയുള്ള ഇക്വിറ്റി ക്യാപിറ്റൽ ആണ്. ടോട്ടൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 10 lakh ആണെന്ന് വിചാരിക്കാം. 10 lakh ഇക്വിറ്റി ഷെയർസ് ഉണ്ട് ഒരു ഫേമില്. ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി കൂടിയാണ്. അറ്റ് പ്രസന്റ് ഉള്ള ഈ ഫേമിലുള്ള നിലവിലുള്ള ക്യാപിറ്റൽ സ്ട്രക്ചർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിലവിൽ 10 lakh ഇക്വിറ്റി ഷെയർസ് ഉണ്ട്. 10 lakh ഇക്വിറ്റി ഷെയർസിന്റെ കൂടെ നമ്മൾ ഡെപ്റ്റ് ക്യാപിറ്റൽ ആയിട്ട് 12% ഇൻട്രസ്റ്റ് ഉള്ള ഡിബഞ്ചർ ഓർ എനി അതർ ഡെപ്റ്റ് ക്യാപിറ്റൽ ലോണോ ഏത് വേണമെങ്കിലും ആവാം. അത് ഇതിന്റെ ഒരു 5 lakh ആണ്. നമ്മൾ ഏതാണ്ട് 2:1 എന്ന റേഷ്യോയിലാണ് നമ്മുടെ ഡെപ്റ്റും ഇക്വിറ്റി ഉള്ളതെന്ന് വിചാരിക്കാം. അപ്പൊ ആ ഒരു കോൺസെപ്റ്റിലാണ് ഞാൻ ഇവിടെ എക്സാമ്പിൾ അവതരിപ്പിക്കുന്നത്. അപ്പൊ 10 lakh ആണ് ഇക്വിറ്റി ക്യാപിറ്റൽ എങ്കിൽ 5 lakh ആണ് ഡെപ്റ്റ് ക്യാപിറ്റൽ ഓർ ഡിബഞ്ചർ ആയിട്ട് വരുന്നത്. ഈ ക്യാപിറ്റൽ സ്ട്രക്ചർ പ്രകാരം നമ്മള് EBIT സപ്പോസ് ഞാൻ ആ ക്യാപിറ്റൽ സ്ട്രക്ചർ അവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചു. ഇനി നമ്മൾ അതിന്റെ നെക്സ്റ്റ് ഡിസ്കഷൻ ഇതിന്റെ ഈ ഒരു ക്യാപിറ്റൽ സ്ട്രക്ചറിലുള്ള EPS ഒന്ന് കാണാണ്. ഒരു എക്സാമ്പിൾ നമ്മൾ ഇട്ടിട്ട് സപ്പോസ് ഈ ഫേമിന് EBIT ഉള്ളത് 6 lakh ആണെന്ന് വിചാരിക്കാം. ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. 6 lakh EBIT ഉണ്ട്. 6 lakh EBIT ഉണ്ടെങ്കിൽ നമ്മൾ EPS കാണാൻ ആദ്യം ഇൻട്രസ്റ്റ് മൈനസ് ചെയ്യണം. ഇൻട്രസ്റ്റ് സപ്പോസ് 12% ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതിൽ 5 lakhന്റെ 12% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 60,000 ആണ് വരിക. ദാറ്റ് മീൻസ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് EBT ബിഫോർ ടാക്സ് വരുന്നത് 5,40,000 ആണ് വരുന്നത്. 5,40,000 EBT ഉണ്ട്. ലെസ് നമുക്ക് ഇനി ഇതൊന്ന് ടാക്സ് കുറക്കണം. EPS കാണണമെങ്കിൽ ടാക്സും കൂടി മൈനസ് ചെയ്താൽ സപ്പോസ് ടാക്സ് ഉള്ളത് 30% ആണെന്ന് വിചാരിക്കാം. 30% ടാക്സ് ആണ് നമ്മൾ ഇവിടെ ഗസ് ചെയ്തിരിക്കുന്നത്. 30% ടാക്സ് ആണെങ്കിൽ അത് 1,62,000 ആണ് വരുന്നത്. 5,40,000ന്റെ 30% ആണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് അതായത് EAT എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് കിട്ടുന്നത് 3,78,000 ആണ്. 5,40,000ൽ നിന്ന് 1,62,000 മൈനസ് ചെയ്താൽ കിട്ടുന്ന ഫിഗർ. ഈ EAT വെച്ചിട്ട് നമ്മള് എത്രയാണ് EPS എന്ന് കണക്കാക്കി നോക്കുക. EPS എങ്ങനെ കാണുമെന്ന് നമുക്കറിയാം. EPS എന്ന് പറഞ്ഞാൽ ഏർണിംഗ് ആഫ്റ്റർ ടാക്സ് ഓർ ഏർണിംഗ് അവൈലബിൾ ഇക്വിറ്റി ഹോൾഡേഴ്സ്. ഇവിടെ ഈ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ പ്രിഫറൻസ് ക്യാപിറ്റൽ ഇല്ല. അതുകൊണ്ട് നമ്മള് EATയിൽ നിന്ന് സാധാരണ പ്രിഫറൻസ് ഡിവിഡൻഡ് കൂടി മൈനസ് ചെയ്താലാണ് ഏർണിംഗ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഇവിടെ നമുക്ക് പ്രിഫറൻസ് ക്യാപിറ്റൽ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇത് തന്നെയാണ് ഏർണിംഗ് അവൈലബിൾ ഇക്വിറ്റി ഹോൾഡേഴ്സ് EAT ഡിവൈഡഡ് ബൈ
നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 1 lakh ആണ് ഉണ്ടാവുക. കാരണം 10 rupees ആണ് ഒരു ഷെയറിന്റെ വാല്യൂ എങ്കിൽ 1 lakh ആയിരിക്കും നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് നമുക്ക് ഇവിടെ കിട്ടുക, ഇവിടെ EPS കിട്ടുന്നത് 3,78,000 ഡിവൈഡഡ് ബൈ 1 lakh എന്നാണ്. ദാറ്റ് മീൻസ് 3.78 ആണ് നമുക്ക് കിട്ടുന്ന EPS. നമ്മൾ ഇത് കമ്പയർ ചെയ്യുന്നത് ഈ ഫേമില് സപ്പോസ് അഡീഷണൽ ആയിട്ട് ഒരു 3 lakh rupees കൂടി ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുണ്ട് വിചാരിക്കുക. ഒരു പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ ഒരു അഡീഷണൽ ക്യാപിറ്റൽ ആയിട്ട് ഒരു 3 lakh കൂടി വേണം. അപ്പൊ നമുക്ക് 2 ആൾട്ടർനേറ്റീവ്സ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. എന്താണ് EPSൽ അത് ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എന്ന് നമുക്ക് അപ്പൊ ചെക്ക് ചെയ്യാൻ പറ്റും. അതായത് നമ്മളിപ്പോ ഇവിടെ കണ്ടത് പ്രകാരം 3.78 ആണ് ഇപ്പൊ EPS കിട്ടിയിട്ടുള്ളത്. 10 lakhന് പുറമെ നമ്മൾ ഒരു പുതിയതായിട്ട് 3 lakh ഇക്വിറ്റി ഷെയർസും കൂടിയാണ് നമ്മൾ എടുക്കുന്നതെന്ന് വിചാരിക്കാം. അഡീഷണൽ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, ഉപയോഗിക്കുന്നത് ഇക്വിറ്റി ക്യാപിറ്റൽ ആണ് ഉപയോഗിക്കുന്നത് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ നിലവിലുള്ള 10 lakh എന്നുള്ളത് 13 lakh ആവും. ഓക്കെ, നമ്മളിവിടെ 3 lakh അഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ് ആണ് പറയുന്നത്. ആ അഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ഇക്വിറ്റി മുഖാന്തരമാണ് ചെയ്യുന്നതെങ്കിൽ 1,30,000 ആയിരിക്കും. ഡെപ്റ്റ് ക്യാപിറ്റലിൽ ചേഞ്ച് ഒന്നുമില്ല, 5 lakh തന്നെയാണ്. അപ്പോ ഈ ഒരു ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എന്തായിരിക്കും നമ്മുടെ EPS എന്ന് നോക്കി നോക്കാം. 6 lakh തന്നെയാണ് നമ്മുടെ EBIT എന്ന് വിചാരിക്കുക. ഇൻട്രസ്റ്റ് 12%, 5 lakhന്റെ 12% ആണ്. അത് നമ്മൾ ഇൻട്രസ്റ്റ് മൈനസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം 5,40,000 ആണ് നമുക്ക് EBT കിട്ടുക. EBTയിൽ നിന്ന് ടാക്സ് 30% മൈനസ് ചെയ്താൽ 1,62,000 തന്നെയാണ് ടാക്സ് വരുന്നത്. 3,78,000 ആണ് നമ്മുടെ ടോട്ടൽ EAT വരിക. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇവിടെയും നമ്മൾ EPS കണ്ടു കഴിഞ്ഞാൽ EPSൽ ചേഞ്ച് ഉണ്ടാവും. കാര്യം എന്താണ്, നേരത്തെ നമുക്ക് 1 lakh ആയിരുന്നു നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് എങ്കിൽ ഇപ്പൊ 1,30,000 ആയി. 1,30,000 3,78,000 എന്ന EATയെ നമ്പർ ഓഫ് ഷെയർസ് 1,30,000 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2.9 ആണ് കിട്ടുക. അതായത് പുതിയതായിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയത് ബൈ ഇക്വിറ്റി ആയപ്പോ അവിടുത്തെ EPS എന്ത് ചെയ്തു, ഡിക്രീസ് ചെയ്തു. പുതിയതായിട്ട് വന്നത് ഇക്വിറ്റി ക്യാപിറ്റൽ ആയതുകൊണ്ടാണ് ഈ ഡിക്രീസ് വന്നത്. ഇനി നമ്മൾ കമ്പയർ ചെയ്ത് നോക്കേണ്ടത് ഈ 3 lakh നമ്മൾ ഇക്വിറ്റി അല്ല ഡെപ്റ്റ് ക്യാപിറ്റൽ മുഖാന്തരമാണ് നമ്മൾ കളക്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ ക്യാപിറ്റൽ സ്ട്രക്ചർ എങ്ങനെയാവും, ഡെപ്റ്റ് ക്യാപിറ്റൽ മുഖാന്തരമാണ് ഇതാക്കുന്നത് വെച്ചാൽ ഇക്വിറ്റി ക്യാപിറ്റലിൽ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല, 10 lakh തന്നെയാണ് ഉണ്ടാവുക. അഡീഷണൽ 3 lakh നമ്മൾ ഡെപ്റ്റ് മുഖാന്തരാണ്. അപ്പോ ഡെപ്റ്റ് ക്യാപിറ്റൽ നേരത്തെ ഉണ്ടായിരുന്ന 5 lakh മാറിയിട്ട് 8 lakh ആയിട്ട് മാറും. ഈ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എന്താണ് EPS എന്ന് നമുക്ക് നോക്കി നോക്കാം. അപ്പൊ നമ്മൾ സെയിം നേരത്തെ പറഞ്ഞ പോലെ 6 lakh തന്നെയാണ് EBIT. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നതിൽ എന്തുണ്ടാവും, ചേഞ്ച് ഉണ്ടാവും. നേരത്തെ നമ്മൾ 5 lakhന്റെ 12% ആണ് കണ്ടത്, ഇവിടെ 8 lakh ആണ്. 8 lakhന്റെ 12% എന്ന് പറഞ്ഞാല് 96,000 ആണ്. 96,000 ഇതിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5,04,000 ആണ് വരിക. 5,04,000ന്റെ 30% നമ്മൾ കണ്ടു കഴിഞ്ഞാൽ 1,51,200 ആണ് നമുക്ക് ടാക്സ് കിട്ടുക. ഇതിന്റെ 30% ആണ് നമ്മൾ ടാക്സ് കണ്ടത്. അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് EAT എന്ന് പറയുന്നത് 3,58,800 ആണ് കിട്ടുക. നിങ്ങൾ നേരത്തെ കണ്ട പോലെ തന്നെ നമുക്ക് EPS കണ്ടു നോക്കുക. EPS കണ്ടാല് ഈ ഫിഗറിനെ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്, അതായത് 1 lakh ആണ് ഇവിടെ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് മാറ്റില്ല. കാരണം പുതിയതായിട്ട് നമ്മൾ ഷെയർ എല്ലാം ഇഷ്യൂ ചെയ്തത് ഡിബഞ്ചർ ആണ് ഇഷ്യൂ ചെയ്തത്. അപ്പോ നമ്പർ ഓഫ് ഷെയർസ് 1 lakh തന്നെ ആയിരിക്കും. ദാറ്റ് മീൻസ് 3.58 ആണ് നമ്മുടെ ഏർണിംഗ് പെർ ഷെയർ EPS കിട്ടുക. ഇത് രണ്ടും കൂടി നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക. നമ്മൾ സെയിം കാര്യം, അഥവാ 3 lakh എന്ന് പറയുന്ന അഡീഷണൽ ക്യാപിറ്റൽ ഇക്വിറ്റി മുഖാന്തരമായപ്പോ 2.9 ആയിരുന്നു നമ്മുടെ EPS. നേരെ തിരിച്ച് നമ്മൾ അതേ 3 lakh ഡെപ്റ്റ് ക്യാപിറ്റലിലൂടെ കണ്ടെത്തിയപ്പോൾ നമ്മുടെ EPS എന്ത് ചെയ്തു, ഇൻക്രീസ്, വളരെ വലിയൊരു മാറ്റമുണ്ട്. 2.9 എന്നുള്ളത് 3.58 ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട്.
ഇതാണ് ശരിക്കും നമ്മൾ ലിവറേജ് എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് എന്താണോ നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിലെ ഡെപ്റ്റിന്റെ പ്രൊപ്പോർഷൻ, അതിനനുസരിച്ച് EPS മേ വാരി, EPS മേ ഇൻക്രീസ് അക്കോർഡിംഗ് ടു ദി ലിവറേജ്, ഫിനാൻഷ്യൽ ലിവറേജ്. ഇതാണ് നമ്മൾ ഇതുവരെ കണ്ട പ്രധാനപ്പെട്ട ഡിസ്കഷനിലൂടെ ഒക്കെ നമ്മൾ നടത്തിയ കാര്യങ്ങൾ. ഇനി നമ്മൾ ഈ ഒരു ഡിസ്കഷനിൽ പറഞ്ഞ ആശയം നമ്മൾ മറ്റൊരു കോൺസെപ്റ്റ് ഇന്ന് അവതരിപ്പിക്കാനുണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതായത് പോയിന്റ് ഓഫ് ഇൻഡിഫറൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാണ്ടെന്ന് പറഞ്ഞത്. പോയിന്റ് ഓഫ് ഇൻഡിഫറൻസ് എന്ന് പറഞ്ഞാല് നമ്മള് ഇവിടെ ഇപ്പൊ ഈ എക്സാമ്പിൾ നിങ്ങൾ നോക്കിയപ്പോൾ തന്നെ കണ്ടു, നമ്മൾ 6 lakh ആണ് EBIT എടുത്തത്. ഈ 6 lakh EBIT വച്ചിട്ടാണ് നമ്മൾ EPS വാരി ചെയ്യും അക്കോർഡിംഗ് ടു ദി ക്യാപിറ്റൽ സ്ട്രക്ചർ. അതായത് ഡെപ്റ്റും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്യാപിറ്റൽ സ്ട്രക്ചർ ആണെങ്കിൽ EPSൽ മാറ്റം ഉണ്ടാകും എന്ന് നമ്മൾ കണ്ടു. പോയിന്റ് ഓഫ് ഇൻഡിഫറൻസ് എന്ന് പറഞ്ഞാൽ there is a point of EBIT or there is a level of EBIT that makes the EPS remain same irrespective of the capital structure എന്നാണ് പറയാം. അതായത് നമ്മുടെ ഫേമിന്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡെപ്റ്റ് ഉണ്ടായാലും ഇല്ല എങ്കിലും EPSൽ ഒരു ചേഞ്ചും ഇല്ലാതെ EPS സെയിം ആയിട്ട് തന്നെ റിമെയിൻ ചെയ്യുന്ന ഒരു ലെവൽ ഓഫ് EBIT ഉണ്ട്. ആ EBITയാണ് നമ്മൾ പോയിന്റ് ഓഫ് ഇൻഡിഫറൻസ് എന്ന് പറയാം. EBIT at which the EPS will be the same or EPS may remain same irrespective of the capital structure or the capital structure ഏത് തന്നെ ആയാലും EPS സെയിം ആയിട്ട് നിലനിൽക്കുന്ന EBIT ഏതാണോ ആ EBITയെ നമ്മൾ പറയുന്ന പേരാണ് പോയിന്റ് ഓഫ് ഇൻഡിഫറൻസ്. നിങ്ങൾ ഇതിനെ ഒന്നും കൂടി ബ്രീഫായിട്ട് സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞാല് നമ്മള് ഫേമിന് ഒരു സർട്ടൈൻ എമൗണ്ട് ആണ് EBIT എങ്കിൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എങ്ങനെ വാരി ചെയ്താലും അതിൽ ഡെപ്റ്റ് ക്യാപിറ്റൽ എത്ര കൂട്ടിയാലും കുറച്ചാലും ഒന്നും അതിന്റെ EPSൽ ഒരു ചേഞ്ചും വരില്ല എന്ന തരത്തിലുള്ള ഒരു EBIT ലെവൽ ഉണ്ട്. ആ EBIT ലെവലിനെയാണ് നമ്മൾ പോയിന്റ് ഓഫ് ഇൻഡിഫറൻസ് അല്ലെങ്കിൽ ഇൻഡിഫറൻസ് പോയിന്റ് എന്ന് പറഞ്ഞത്. നമ്മൾ അതിനെ ചുരുക്കിയിട്ട് നമ്മൾ EPS ഇക്വാലൻസി എന്നും കൂടി പറയാറുണ്ട്. EPS ഇക്വാലൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ EPS ഇക്വാലൻസി എന്നതിന് പറയാനുള്ള കാരണം എന്താണ്? ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കി, ഈ ലെവലിൽ EBIT ലെവലിൽ EPSന് എന്ത് ചെയ്യുന്നില്ല, ഒരു ചേഞ്ചും വരുന്നില്ല. ആ EPS സെയിം ആയിട്ടാണ് നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് നമ്മൾ EPS ഇക്വാലൻസി എന്ന് പറയാം. അതല്ലെങ്കിൽ നമ്മൾ EBIT ബ്രേക്ക് ഇവൻ പോയിന്റ് അല്ലെങ്കിൽ ബ്രേക്ക് ഇവൻ പോയിന്റ് ഓഫ് EBIT എന്നും കൂടി പറയാറുണ്ട്. EBITയുടെ ബ്രേക്ക് ഇവൻ പോയിന്റ്, അതായത് അവിടെ ഉദ്ദേശിക്കുന്ന ഇതാണ്, ആ EBIT ലെവൽ ആകുമ്പോ EPSൽ എന്തുണ്ടാവാൻ പോണില്ല, ഒരു ചേഞ്ച് ഉണ്ടാവാൻ പോണില്ല. നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിളിൽ അങ്ങനെ ആയിരുന്നില്ല. അവിടെ ആ ഇൻഡിഫറൻസ് പോയിന്റിന് മുകളിലുള്ള ഒരു EBIT ആയിരിക്കും. അതുകൊണ്ടാണ് അവിടെ EPS ലെവൽ എന്ത് ചെയ്യുന്നത്, EPSന്റെ എമൗണ്ടിൽ മാറ്റം വരുന്നത്. അതുകൊണ്ടാണ്, അതായത് ഇൻഡിഫറൻസ് പോയിന്റിന് മുകളിലായിരിക്കും EBIT. അപ്പൊ ശരിക്കും നമ്മൾ ഈ ഒരു പോയിന്റിന് നമ്മൾ ഒന്നുകൂടി പറയാറുണ്ട്, ഈ പോയിന്റിൽ നമ്മുടെ ഫേമിന്റെ ROI എന്ന് പറയുന്നത്, അഥവാ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഓർ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുന്നത്, നമ്മുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റിൽ നിന്നുള്ള റിട്ടേൺ എന്ന് പറയുന്നത് ഡെപ്റ്റ് ക്യാപിറ്റലിന്റെ കോസ്റ്റിന് ഈക്വൽ ആകുന്ന, അഥവാ KDക്ക് ഈക്വൽ ആയിട്ട് ROI വരുന്ന സ്റ്റേജിനെയാണ് നമ്മൾ പോയിന്റ് ഓഫ് ഇൻഡിഫറൻസ് എന്ന് പറയാനും കൂടി പറയാറുണ്ട്. അപ്പൊ പോയിന്റ് ഓഫ് ഇൻഡിഫറൻസ് എന്നുള്ളതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. അതിനുള്ള ഒരു എക്സാമ്പിൾ കൂടി നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഈ പോയിന്റ് ഓഫ് ഇൻഡിഫറൻസ് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വേഷൻ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. നമ്മൾ നേരത്തെ കണ്ട EPS ചാർട്ട് ഉണ്ട്. EPS നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിച്ച ചാർട്ടിലുള്ള സെയിം ഐഡിയാസ് തന്നെയാണ് അതിനകത്തുള്ളത്. നിങ്ങൾ നോക്കി നോക്കുക, എന്താണ് ഈ പോയിന്റ് ഓഫ് ഇൻഡിഫറൻസ് കാണാനുള്ള ഫോർമുല എന്ന് നോക്കി നോക്കുക. ഇവിടെ നമ്മൾ കാണുന്നത്, നേരത്തെ ഞാൻ പറഞ്ഞു, EBIT ലെവൽ at which the EPS remains same, അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. EPSൽ ഒരു വേരിയേഷനും വരാതിരിക്കുന്ന EBIT ലെവൽ ഏതാണ്,
ഇറസ്പെക്റ്റീവ് ഓഫ് ദി ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്യാപിറ്റൽ സ്ട്രക്ചർ ഏത് വന്നാലും EBIT ഒരു നിശ്ചിത EBIT അനുസരിച്ച് EPS ഒരു മാറ്റം ഉണ്ടാവില്ല. നേരത്തെ നമ്മൾ കണ്ടത് നേരെ തിരിച്ചായിരുന്നു. നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ മാറുന്നതിനനുസരിച്ച് EPS ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ അതിനുള്ള കാരണങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇവിടെ നമ്മൾ പറയുന്നത് ഈ EBIT നമ്മൾ പോയിന്റ് ഓഫ് ഇൻഡിഫറൻസ് എന്ന് പറഞ്ഞ EBIT നമ്മൾ X എന്നുള്ള ഒരു വാരിയബിൾ കൊണ്ട് നമ്മൾ വെച്ചിട്ടാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പോയിന്റ് ഓഫ് ഇൻഡിഫറൻസിൽ വരുന്ന EBIT നമ്മൾ X എന്ന് പറയുകയാണെന്ന് വെച്ചാൽ നമ്മുടെ ഫോർമുല X മൈനസ് I1 എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരത്തെ ചെയ്ത എക്സാമ്പിളിൽ നമ്മൾ രണ്ട് ആൾട്ടർനേറ്റീവ് ആണ് പറഞ്ഞത്. അല്ലെങ്കിൽ പുതിയതായിട്ട് നമ്മൾ റേസ് ചെയ്യുന്ന ഫണ്ട് ബൈ ഇക്വിറ്റി ആവുക അല്ലെങ്കിൽ ബൈ ഡിബഞ്ചർ ഓർ ഡെപ്റ്റ് ക്യാപിറ്റൽ ആവുക എന്നുള്ളതാണ്. അപ്പൊ അതിൽ ആദ്യത്തെ നമ്മുടെ ആൾട്ടർനേറ്റീവിൽ വരുന്ന ഇൻട്രസ്റ്റിനെ നമ്മൾ I1 എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ ചെയ്തതിൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 60,000 ആയിരുന്നു. ആ 60,000 നമ്മൾ I1 എന്നാണ് പറയാ. ഇൻറ്റു 1 മൈനസ് ടി, അതിനെ ആഫ്റ്റർ ടാക്സ് ആക്കാൻ വേണ്ടിയിട്ടാണ്. മൈനസ് PD എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ പ്രിഫറൻസ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ മാത്രം വരുന്ന ഒരു സംഭവമാണ് PD. ഇപ്പൊ നമ്മൾ ചെയ്ത എക്സാമ്പിൾ പ്രിഫറൻസ് ക്യാപിറ്റൽ ഇല്ല, അതുകൊണ്ട് അത് PD എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ഹോൾ ഡിവൈഡഡ് ബൈ S1 എന്ന് പറഞ്ഞാല് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ആണ്. ഇപ്പൊ നമ്മൾ തന്നിരിക്കുന്ന ക്യാപിറ്റൽ സ്ട്രക്ചർ നമ്മൾ നിലവിലുള്ള ഫസ്റ്റ് ആൾട്ടർനേറ്റീവിലുള്ള ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എത്രയാണോ നമ്പർ ഓഫ് ഷെയർസ്, ആ നമ്പർ ഓഫ് ഷെയർസ് ആണ് S1 എന്ന് പറയുന്നത്. ദെൻ ഇക്വേഷന്റെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളത് X മൈനസ് I2 എന്നുള്ള ഡിഫറൻസ് ആണ് അവിടെ വരുന്നത്. I2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ആൾട്ടർനേറ്റീവിൽ വരുന്ന ഇൻട്രസ്റ്റ്. നമ്മൾ നേരത്തെ ചെയ്ത എക്സാമ്പിളിൽ നമുക്കറിയാം, രണ്ടാമത്തെ ആൾട്ടർനേറ്റീവ് വന്നപ്പോൾ ഡെപ്റ്റ് ക്യാപിറ്റൽ ആണ് നമ്മൾ അഡീഷണൽ ആയിട്ട് റൈസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഇൻട്രസ്റ്റ് കുറച്ചും കൂടി കൂടുതലാണ്. കാരണം പുതിയ ഡെപ്റ്റും കൂടി വന്നു. 8 lakhന്റെ 12% ആണ് നമ്മൾ കണ്ടത്, 96,000 ആണ് കണ്ടത്. അതിനാണ് നമ്മൾ I2 എന്ന് പറയുന്നത്. ഇൻറ്റു 1 മൈനസ് ടി, ടാക്സിന്റെ പെർസെന്റേജ് ആണ് അവിടെ മൈനസ് ചെയ്യുന്നത്. മൈനസ് PD, നേരത്തെ നമ്മൾ കണ്ട അതേപോലെ പ്രിഫറൻസ് ഡിവിഡന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ഡിവൈഡഡ് ബൈ S2 എന്ന് പറഞ്ഞാല് രണ്ടാമത്തെ ആൾട്ടർനേറ്റീവിൽ വരുന്ന നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ആണ്. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ആൾട്ടർനേറ്റീവില് 1,30,000 ആയിരുന്നു നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് എങ്കിൽ രണ്ടാമത്തേത് ആൾട്ടർനേറ്റീവിൽ പുതിയ ഡെപ്റ്റ് ആയതുകൊണ്ട് ഇക്വിറ്റി ഷെയർസ് 1 lakh തന്നെ ആയിരുന്നു. രണ്ടും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ആണ് S1 S2 എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഇക്വേഷനിൽ നമ്മൾ നേരിട്ടിട്ട് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പോയിന്റ് ഓഫ് ഇൻഡിഫറൻസ് അഥവാ EPS സെയിം ആകുന്ന EBITയുടെ എമൗണ്ട് നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് നേരത്തെ ചെയ്ത അതേ എക്സാമ്പിളിൽ ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. X മൈനസ് X എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ നമ്മൾ കണ്ടെത്താൻ പോകുന്ന EBITയുടെ ലെവലാണ്. മൈനസ് ആദ്യത്തെ ഇൻട്രസ്റ്റ് നമുക്ക് നേരത്തെ ഓർമ്മ ഉണ്ടായിരിക്കും, തൊട്ട് മുന്നേ ചെയ്ത പ്രോബ്ലത്തിൽ ആദ്യത്തെ ഇൻട്രസ്റ്റ് 60,000 ആയിരുന്നു. ആൾട്ടർനേറ്റീവ്സ് നമ്മൾ രണ്ടെണ്ണമാണ് പറഞ്ഞത്, ഇക്വിറ്റി ആണെങ്കിൽ ഏത്, ഡെപ്റ്റ് ആണെങ്കിൽ ഏത്. അപ്പൊ ഫസ്റ്റ് ആൾട്ടർനേറ്റീവിലെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞത് 60,000 ആണ്. 60,000 ഇൻറ്റു 1 മൈനസ് ടി എന്നുള്ളത് നമുക്ക് ഇവിടെ ടാക്സിന്റെ പെർസെന്റേജ് അവിടെ കൊടുത്താൽ മതി. 1 മൈനസ് 0.3 മൈനസ് PD നേരത്തെ പറഞ്ഞിരുന്നു ഇവിടെ പ്രിഫറൻസ് ക്യാപിറ്റൽ ഇല്ലാത്തത് കൊണ്ട് 0 ആയിരിക്കും. ഹോൾ ഡിവൈഡഡ് ബൈ S1 എന്ന് പറയുന്നത് ആദ്യത്തെ കേസിൽ നമ്മുടെ S1 എന്ന് പറയുന്നത് 1,30,000 ആണ്. അഥവാ നമ്മുടെ 13 lakh ഡിവൈഡഡ് ബൈ 10 നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ ആദ്യത്തെ ആൾട്ടർനേറ്റീവില് 30,000 ഇക്വിറ്റി ഷെയർസ് കൂടിയിട്ടുണ്ടായിരുന്നു. ടോട്ടൽ 1,30,000 ആണ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് S1 എന്ന് പറയുന്നത്. ഈസ് ഇക്വൽ ടു രണ്ടാമത്തേലും X മൈനസ് I2 എന്ന് പറഞ്ഞത് 96,000 ആയിരുന്നു. ഇൻറ്റു 1 മൈനസ് 0.3 30% ആണ്. മൈനസ് 0 എന്ന് പറഞ്ഞാല് പ്രിഫറൻസ് ഡിവിഡന്റ് ആണ്, 0 ആയിട്ട് നമ്മൾ എടുത്തു. ഓൾ ഡിവൈഡഡ് ബൈ ഇവിടെ വരുന്നത് 1 lakh ആണ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. എന്ന് പറഞ്ഞാൽ ഡെപ്റ്റ് ക്യാപിറ്റൽ ആയതുകൊണ്ട് പുതിയ ഷെയർസ് വരുന്നില്ല, അതുകൊണ്ട് 1 lakh മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ 1,30,000 പുതിയ 30,000 ഇക്വിറ്റി ഷെയർസ് വന്നതാണ്. ഈ രണ്ട് ആൾട്ടർനേറ്റീവിലും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ കിട്ടിയ ഇക്വേഷൻ എങ്ങനെയാണ്? ഇതിന് നമ്മൾ ഒന്ന് മിനിമൈസ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഫിഗേഴ്സ് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ X മൈനസ് 60,000 ഇൻറ്റു 1 മൈനസ് 0.3 ഇത് നമുക്ക് എന്താ കിട്ടുക? 1 മൈനസ് 0.3 എന്ന് പറഞ്ഞാൽ 0.7 ആണ്. 1 മൈനസ് 0.3
ഈ 0.7 ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് നമ്മൾ x മൈനസ് 60,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. ഇവിടെ മാത്രം ഇതിനെ നമുക്ക് ചെറുതാക്കാൻ പറ്റുന്നുള്ളൂ. ഈ 0 നമുക്ക് ഔട്ട് ആവുകയും ചെയ്തു. അപ്പോ നമുക്ക് വരിക 0.7x 0.7x എന്ന് പറഞ്ഞാല് ഇതിന് 0.7 ആണ് ഇൻറ്റു എക്സ് 0.7x മൈനസ് 0.7 ഇൻറ്റു 60,000 ആണ്. അത് നമുക്ക് കിട്ടുന്നത് 42,000 ആണ്. 42,000 60,000നെ 0.7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. രണ്ട് ഇതിനെയും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഹോൾ ഡിവൈഡഡ് ബൈ 1,30,000 ഈസിക്കൽ ടു ഇവിടെയും സെയിം 0.7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ 0.7x മൈനസ് ഇതുകൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് 67,200 ആണ്. 67,200 ആണ്. അഥവാ 96,000നെ 0.7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ഫിഗർ ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്. മൈനസ് 0 നമ്മൾ ഒഴിവാക്കി. ഹോൾ ഡിവൈഡഡ് ബൈ 1 lakh. ഈ ഇക്വേഷൻ നമ്മൾ വീണ്ടും ഒന്നുകൂടി ചെറുതാക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ 1,30,000 1 lakh ഉണ്ട്. അതിനെ വേണമെങ്കിൽ നമുക്ക് ഡിനോമിനേറ്ററിന് രണ്ടിനെ ഒന്നുകൂടി മിനിമൈസ് ചെയ്തിട്ട് 13 10 ആക്കിയിട്ട് എഴുതാം. അങ്ങനെ എഴുതിയിട്ട് ഒരു സ്റ്റെപ്പും കൂടി ഒന്ന് എഴുതി നോക്കിയാൽ ഇനി അതല്ലെങ്കിൽ ഡയറക്റ്റ് ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടും എന്നൊക്കെ നമുക്കറിയാം. അപ്പൊ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്താണ്. ഈ ഇതിനെ 10 ഇതിനെ 13 ആയിട്ട് എടുത്തിട്ടാണ് നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുന്നത്. അങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ നടത്തുമ്പോൾ 0.7x മൈനസ് 42,000 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ 7x 0.7xനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 7x ആവും. മൈനസ് 42,000നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 4,20,000 ആവും. 4,20,000 ഇസിക്കൽ ടു ഇത് ഇങ്ങോട്ട് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് 0.7x ഇൻറ്റു 13 ആണ്. അത് കിട്ടുന്നത് 9.1 ആണ്. 9.1x എന്നാണ് കിട്ടുക. 0.7x ഇൻറ്റു 13 ഇവിടെ നമ്മൾ 13 ആയിട്ട് അതിനെ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. 9.1x ആണ് കിട്ടുന്നത്. മൈനസ് 67,200നെ 13 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് 8,73,600 ആണ്. നമ്മൾ ചെയ്തത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. 7x ഇൻറ്റു 13 67,200 ഇൻറ്റു 13 അത് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതാണ് 8,73,600. ഇനിയും ഈ ഇക്വേഷൻ നമ്മൾ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്താൽ നമുക്കറിയാം ഈ 7xനെ ഇക്വേഷന്റെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഈ നമ്പറിനെ ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്തിട്ട് എഴുതാണ്. അപ്പൊ നമുക്ക് കിട്ടുന്നത് മൈനസ് 4,20,000 പ്ലസ് 8,73,600 ഇസിക്കൽ ടു 9.1x മൈനസ് 7x എന്നാണ് കിട്ടുക. റീഅറേഞ്ച്മെന്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. വാരിയബിൾ ഉള്ള പാർട്ടിനെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു, നമ്പർ പാർട്ടിനെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു. ഇതിനെ നമുക്ക് നിങ്ങൾക്ക് സിംപ്ലിഫിക്കേഷൻ അറിയുന്ന ആളുകൾക്ക് വേഗം മനസ്സിലായിട്ടുണ്ടാവും. ദാറ്റ് മീൻസ് ഇതിനെ നമ്മൾ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 9.1x 7x കുറച്ചിട്ടുണ്ടെങ്കിൽ 2.1x കിട്ടും. 2.1x ഇസിക്കൽ ടു ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 4,53,600 എന്നാണ് കിട്ടുക. ദാറ്റ് മീൻസ് x ഇസിക്കൽ ടു 2,16,000 എന്ന് കിട്ടും. 2,16,000. ഈ എക്സിന്റെ വാല്യൂ ആണ് നമ്മൾ EBIT at which EPS remain same irrespective of the capital structure എന്ന് പറയുന്നത്. അതായത് ഏത് ക്യാപിറ്റൽ സ്ട്രക്ചർ ആണെങ്കിലും നമ്മുടെ EBIT ഈ ഫേമിന്റെ EBIT 2,16,000 ആണെങ്കിൽ there is no difference in the EPS. EPSല് ക്യാപിറ്റൽ സ്ട്രക്ചർ നമ്മൾ ഏത് ചേഞ്ച് വരുത്തിയാലും EPSൽ ഒരു മാറ്റം ഉണ്ടാവില്ല. അത് നിങ്ങൾക്കൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. ഇവിടെ ഈ വീഡിയോ കുറച്ചുകൂടി ലെങ്തി ആവാതിരിക്കാനാണ് ഞാനത് വെരിഫൈ ചെയ്യാത്തത്. നിങ്ങൾക്ക് വെരിഫൈ ചെയ്ത് നോക്കാം. നേരത്തെ നമ്മൾ ചെയ്ത അതേ ടേബിളില് നിങ്ങൾക്ക് അവിടുത്തെ EBIT 6 lakhന് പകരം 2,16,000 എടുത്ത് നോക്കുക. 2,16,000 എടുത്ത് നോക്കിയാല് നിങ്ങൾക്ക് മനസ്സിലാവും EPS രണ്ട് ആൾട്ടർനേറ്റീവിലും ഇക്വിറ്റി ആണെങ്കിലും ഡെപ്റ്റ് ആണെങ്കിലും, ഇക്വിറ്റി നമ്മൾ അഡീഷണൽ റൈസ് ചെയ്യുന്ന കേസിലാണെങ്കിലും ഡെപ്റ്റ് അഡീഷൻ റൈസ് ചെയ്യുന്ന കേസിലാണെങ്കിലും നിങ്ങൾക്ക് ഒരേ EPS ആയിരിക്കും കിട്ടുക. ജസ്റ്റ് വെരിഫൈ ഇറ്റ്. എന്തായാലും പോയിന്റ് ഓഫ് ഇൻഡിഫറൻസ് അല്ലെങ്കിൽ ഇൻഡിഫറൻസ് പോയിന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇതാണ്. എസ്പെഷ്യലി നിങ്ങൾ അതിന്റെ ആ ഒരു ഫോർമുല അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഇക്വേഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ കാൽക്കുലേഷൻ
വളരെ ഈസി ആയിട്ട് നടത്താൻ പറ്റും.